വെൽക്കം ടു ജോയ്ഫുൾ ലൂപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മോസ് സ്റ്റിച്ച് സ്കാർഫാണ്. ഇത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കാർഫ് പാറ്റേൺ ആണ്. സിംഗിൾ ക്രോഷ്യ മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണത് ഓരോരോ കഴിയുമ്പോഴും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്കാർഫ് പാറ്റേൺ ആണിത്. എല്ലാവരും കാണുക, ചെയ്ത് നോക്കുക. ഇതിന് വേണ്ട മെറ്റീരിയൽസ്, ഇത് വെയ്റ്റ് ഫോർ യാൺ ആണ്, റെഡ് കളർ, വൈറ്റ് കളർ. ഞാനിത് ഹോബി സ്റ്റോറിൻ്റെ ആരാണിയാനാണ് വാങ്ങിയിരിക്കുന്നത്. അക്രലിക്കാണ് രണ്ടും. യൂസ് ചെയ്തിരിക്കുന്ന ഹുക്ക് 5 mm. പിന്നെ വേണ്ടത് ഡാണിങ് നീഡിലും സ്റ്റിച്ച് മാർക്കർ, സിസേഴ്സ്. ആദ്യം തന്നെ 7 ഇഞ്ച് ടെയിൽ നിർത്തിയിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം എത്ര ലെങ്ത്തിലാണ് സ്കാർഫ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ചെയിനിൻ്റെ നമ്പർ. ഞാനിപ്പോൾ ഒരു 30 ചെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈവൻ നമ്പർ ഓഫ് ചെയിൻസ് ആണ് ചെയ്യേണ്ടത്. ഒരു 200 ചെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 60 ഇഞ്ചോളം ലെങ്ത്ത് കിട്ടും സ്കാർഫിന്. വിഡ്ത്ത് സ്കാർഫിൻ്റെ 6 ഇഞ്ച് ആവുന്ന വരെ ചെയ്യണം. അപ്പം ഞാൻ ആദ്യം 30 ചെയിൻസ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 30 ചെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 4ാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷ്യ. സോ ഈ ചെയിനിൽ, ഈ 4ാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷ്യ. ഇത് നല്ല ഹൈറ്റിൽ വലിച്ചിട്ട് വേണം സിംഗിൾ ക്രോഷ്യ ഒക്കെ ചെയ്യാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല ഭംഗിയിൽ വരുള്ളൂ. സോ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ചെയിൻ 1, അതിൻ്റെ അടുത്ത സ്റ്റിച്ച്, ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. ഇത് സ്കിപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ അടുത്ത ഇവിടെയാണ് നമ്മൾ അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. സോ ചെയിൻ 1 ചെയ്തോ, സ്കിപ്പ് ചെയ്തു അടുത്ത ചെയിൻ. അടുത്ത ചെയിനിൽ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1, സ്കിപ്പ് 1, സിംഗിൾ ക്രോഷ്യ.
chain 1, skip 1 single crochet, chain 1, skip 1 single crochet. ഇങ്ങനെ ഈ റോയിൻ്റെ എൻഡ് വരെ ചെയ്യണം. സ്കിപ്പ് 1 SC, chain 1, skip 1, ലാസ്റ്റിൽ സിംഗിൾ ക്രോഷയിലായിരിക്കും എൻഡ് ചെയ്യണത്. ഇനി നമ്മൾ സെക്കൻഡ് റോ വേറെ കളർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം. ഇതിപ്പോൾ ഈ റോ നമ്മൾ കംപ്ലീറ്റ് ആയി. കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനിനി വൈറ്റാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ റെഡ് ഇതുപോലെ തന്നെ ഒരു 7 ഇഞ്ച് എപ്പോഴും ടൈലിൻ്റെ നിർത്തിയിട്ട് കട്ട് ചെയ്യാം. ഇത് ടൈലിൻ്റെ നിർത്തുന്നത് ടാസിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാർഫിൻ്റെ രണ്ട് സൈഡിലും. ഇത് പുതിയ യാണാണ്, വൈറ്റ് കളറ്. ഇതും അതുപോലെ തന്നെ ഒരു 7 ഇഞ്ച് യാണിൻ്റെ എപ്പോഴും നിർത്തുക. സോ ഇനി ഇത് കളർ ചേഞ്ച് ചെയ്യണം നമ്മൾ. ഈ യാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത യാണിൻ്റെ ഇത് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി പിടിക്കുക. അതിനുശേഷം 2 സ്ട്രാൻഡ് ഇതിൻ്റെ ടെയിലിൻ്റെ വർക്കിംഗ് ആണ്. രണ്ട് സ്ട്രാൻഡും കൂടെ ഒരു ചെയിൻ ഇടാം. നമ്മളിത് ടോട്ടൽ 2 ടേണിങ് ചെയിനാണ് ചെയ്യുന്നത്. ഒരു ചെയിൻ 2 സ്ട്രാൻഡും കൂടി കൂട്ടി ചെയ്യാം. ഒരു ചെയിൻ ഒരു സ്ട്രാൻഡായിട്ട് ചെയ്യാം. അതിനുശേഷം വർക്കിനെ ടേൺ ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയിൻ 2 ചെയ്തു, വർക്ക് ടേൺ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ഉണ്ട്, നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. അതിനെ ഇഗ്നോർ ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രീവിയസ് റോയിൽ ചെയ്ത ചെയിൻ 1ൻ്റെ ഒരു ചെയിൻ സ്പേസ് വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. ഇത് അതിൻ്റെ സ്പേസ്, ചെയിൻ സ്പേസ്. ഇത് നമ്മുടെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ. ഇത് അതിന് ശേഷമുള്ള ചെയിൻ സ്പേസ്. അപ്പോൾ ഈ എല്ലാ ചെയിൻ സ്പേസിലുമാണ് സിംഗിൾ ക്രോഷേ ഇനി ചെയ്യാൻ പോണത്. ഈ റോയിൽ ഇൻ ബിറ്റ്വീൻ ഓരോ ചെയിനും ചെയ്യാം. സിംഗിൾ ക്രോഷേ, ചെയിൻ 1. അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ആ ചെയിൻ സ്പേസ് വരും, അവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ 1, സ്കിപ്പ് 1, നെക്സ്റ്റ് ചെയിനിൽ, അതായത് നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1. അങ്ങനെ ഈ റോൻ്റെ എൻഡ് വരെ ചെയ്യാം. സെക്കൻഡ് റോയിൻ്റെ എൻഡ് ആവാനായി സിംഗിൾ ക്രോഷേ, ചെയിൻ 1. ഇതെല്ലാം നല്ല ഹൈറ്റിൽ വലിക്കുക സിംഗിൾ ക്രോഷേ ചെയ്യണത്. സിംഗിൾ ക്രോഷേ,
ചെയിൻ 1. ലാസ്റ്റ് ഉള്ളത് മിസ്സാവാതെ നോക്കുക. ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് വയ്ക്കുക. ഇവിടെ നമ്മളിനി കളർ ചേഞ്ച് ചെയ്യാണ്. സോ നമ്മുടെ 2 റോ ഫിനിഷായി. എപ്പോഴും ഒരു 7 ഇഞ്ച് ടെയിൽ ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഇല്ല, എത്രയാണ് ടാസിൽ വേണ്ടതെന്ന് വെച്ചാൽ. പുതിയ കളർ ജോയിൻ ചെയ്യാം. ഇല്ലാണ് ഒന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടത്. ആ യാണ് പോവാതിരിക്കാനാണ്, ആ യാണ് ടൈറ്റൻ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യണത്. ഒന്ന് പുറത്തേക്ക് പിടിക്കുക. അതിന് ഫസ്റ്റ് ചെയിൻ ചെയ്യുന്നത് 2 ത്രെഡും, സെക്കൻഡ് ചെയ്യുന്നത് വർക്കിംഗ് യാൺ മാത്രമായിട്ട്. ഇപ്പോൾ നമ്മുടെ 2 റോയും കംപ്ലീറ്റ് ചെയ്തു. ടേൺ ചെയ്യാം. ഇനിയും അതുപോലെ തന്നെ ഫസ്റ്റ് ചെയിൻ സ്പേസിൽ ഫസ്റ്റ് എസ് ചെയിൻ 1, അടുത്ത സ്പേസിൽ അടുത്ത എസ് ചെയിൻ 1. ഈ റോ മുതൽ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. എല്ലാ ചെയിൻ സ്പേസിലും ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സിംഗിൾ ക്രോഷേ, ചെയിൻ 1. ഇതാണപ്പോൾ പാറ്റേൺ. ഇത് എല്ലാ ഇനി അങ്ങോട്ടുള്ള റോയിലും സെയിം പ്രോസസ്സാണ്. ഇതിൻ്റെ എൻഡ് വരെ ചെയ്യാം. തേർഡ് റോയിൻ്റെയും എൻഡ് ആവുന്നു. സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സിംഗിൾ ക്രോഷേ. ഇവിടെ കളർ ചേഞ്ച് ആണ്. Chain 2, chain 1, chain 2, turn ചെയ്യാം. ചെയിൻ സ്പേസ് നോക്കുക. എസ് ചെയിൻ 1, അടുത്ത സിംഗിൾ ക്രോഷേ, ചെയിൻ 1, അടുത്ത സിംഗിൾ ക്രോഷേ, ചെയിൻ 1. എപ്പോഴും ഇത്തിരി ഹൈറ്റിൽ തന്നെ ഈ സിംഗിൾ ക്രോഷേ പുൾ ചെയ്യണം.
ഇത് ഈ റോയിൻ്റെ എൻഡ് വരെ ചെയ്യണം. ഫോർത്ത് റോ ഫിനിഷ് ആവാനായി സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സിംഗിൾ ക്രോഷേ, കളർ ചേഞ്ച്. പുതിയ കളർ ജോയിൻ ചെയ്യാം. ഇതിൽ എങ്ങനെ കളർ കോമ്പിനേഷൻ വേണമെങ്കിലും കൊടുക്കാം, എത്ര കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിത് 2 കളർ വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇവിടെ ലൂസായി വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് പുള്ള് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ട്രാൻഡ്, സിംഗിൾ സ്ട്രാൻഡ്, അങ്ങനെ 2 ചെയിൻ കഴിഞ്ഞു. വർക്ക് ടേൺ ചെയ്യാം. സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സിംഗിൾ ക്രോഷേ, ചെയിൻ 1. ഇത് എളുപ്പത്തിൽ ഫിനിഷ് ആവുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഈ റോ ഫിനിഷ് ചെയ്യാം. ഇത് 5th റോയുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഇപ്പോഴും ഇവിടെ ലൂസ് ആകുമ്പോൾ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1, single crochet, chain 1, single crochet, chain 1, single crochet, chain 1, single crochet, chain 1, single crochet. ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ സ്കാർഫിൻ്റെ നീളമാണ്. സോ സ്കാർഫിൻ്റെ രണ്ട് സൈഡിലും ടാസൽ വരും. അപ്പോൾ ഞാനിത് 1 2 3 4 5 ഒരു 5-6 റോക്കെ ആയി.
അപ്പോൾ ഇത് ഞാൻ ഇനി ഈ റോ ഫിനിഷ് ചെയ്തിട്ട് എങ്ങനെയാണ് ടാസൽ ചെയ്യണമെന്ന് കാണിച്ചു തരാം. Chain 1, chain 2, single crochet, chain 1, single crochet, chain 1. Single crochet, chain 1. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എൻഡിൽ വരെ എത്താം. നമ്മൾ 7th റോ എൻഡ് ചെയ്യാണ്. ഈ എൻഡിൽ കറക്റ്റായിട്ട് എൻഡ് ചെയ്യണം. സിംഗിൾ ക്രോഷേ. ഇനി ഒരു ചെയിൻ 1 കൂടി ചെയ്തിട്ട് ടെയിൽ ആവശ്യത്തിന് വെച്ച് കട്ട് ചെയ്യുക. അത് വലിച്ചെടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും എങ്ങനെയാണ് ടാസിൽ ഇടണേന്ന് നോക്കാം. പിന്നെ ഈ ക്രോഷേ പീസിൽ കുറച്ച് ഹോൾസൊക്കെ വേണം. അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഹോൾസൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പീസ് ഇത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുള്ളൂ. പ്രത്യേകിച്ചും സ്കാർഫൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം, അല്ലെങ്കിൽ ടൈറ്റ് സ്റ്റിച്ചായി പോകും. ഒട്ടും ഹോളില്ലാതെ ചെയ്യരുത്. ഇത്തിരി ഹോളൊക്കെ വേണം. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്, രണ്ട് കളർ ഓൾട്ടർനേറ്റ് ചെയ്യുമ്പോൾ. ഈ സ്കാർഫ് ഇത് 5 കളർ ഓൾട്ടർനേറ്റ് ചെയ്തതാണ്. സെയിം പാറ്റേൺ ആണ്. എപ്പോഴും ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റോയും എൻഡിങ് റോയും സെയിം കളറിൽ തന്നെയാണ് ചെയ്യാറ്. ഇതിൻ്റെ ആയാലും സ്റ്റാർട്ടിങ് റോയും എൻഡിങ് റോയും സെയിം കളറിൽ ചെയ്യും. എൻഡിങ് റോയ്ക്ക് ഇനി വേണം കുറച്ചും കൂടി ഫിനിഷ് വേണം എന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് റോ കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഓൾ ഓവർ ചെയ്യും. ഇതിന് ടാസിൽ ഇടാനായിട്ട് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ്, തിക്കായിട്ടുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് ഈ യാൺ ഒരു 4 പ്രാവശ്യം ചുറ്റുക. അപ്പോൾ 4 സ്ട്രാൻഡ് ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. ഇത് സ്ലൈഡ് ചെയ്തെടുക്കുക. ഈ എൻഡും കട്ട് ചെയ്യാം. ഇത് നമ്മൾ ചെയ്ത് വെച്ച പീസാണ്.
ഇതിൻ്റെ ഓരോ റെഡിൻ്റെയും വിയുടെ താഴത്തുള്ള പോയിന്റിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. സോ താഴത്തുനിന്ന് പൂക്കിടുക, പുള്ളി ചെയ്യുക. സോ ഈ ഹോളിൽ കൂടി അവിടെ കുറച്ച് സ്ട്രാൻഡ്സ് ഉണ്ടായിരുന്നു. ഈ റെഡ് സ്ട്രാൻഡ് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെയാണ്. ഇവിടെ അവിടെ ഉണ്ടായിരുന്ന സ്ട്രാൻഡ്സ് ആണ്. ആ സ്ട്രാൻഡും ഈ ഹോളിൽ കൂടി എടുക്കുക. ഇപ്പോൾ ഇട്ടതിൻ്റെ സ്ട്രാൻഡും ഹോളിൽ കൂടി എടുക്കുക. എന്നിട്ട് നിന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. അധികം ടൈറ്റ് ആവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ടാസിൽ ഇട്ടു. ഇനി സെക്കൻഡ് സെറ്റ് നോക്കാം. സോ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടി അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ട്രാൻഡ്സും പിന്നെ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ സ്ട്രാൻഡ്സ് എല്ലാം കൂടെ ടൈ ചെയ്ത് അതൊക്കെ വലിക്കും. സെക്കൻഡ് സെറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സ്ട്രാൻഡ് എവിടെ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ട്രാൻഡ് വൈറ്റിലും കൂടി ചെയ്യാം. ഇതിന് വൈറ്റ് ടാസിലും കൂടി കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. എല്ലാം ഏകദേശം ഒരേ ലെങ്ത്തിൽ വെച്ചിട്ട് അപ്പോൾ സ്കാർഫ് റെഡി ആയിട്ടുണ്ട് വിത്ത് ടാസൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീക്കിലി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മീ.